മലയാളികൾ എല്ലാവരും ഇപ്പോൾ നോക്കുന്നത് ദീപക് എന്ന വ്യക്തിയുടെ ജീവിതത്തിലേക്ക് തന്നെയാണ്. അവിവാഹിതനായി കഴിയുകയാണെന്നാണ് പ്രേക്ഷകരെല്ലാവരും കരുതിയത്. പിന്നീടാണ് അദ്ദേഹത്തിന് മുൻപ് ഇത്തരത്തിൽ മാനസികമായി വളരെയധികം ആഘാതമുണ്ടാക്കിയൊരു സംഭവം ബന്ധം വേർപിരിയലാണെന്ന് മനസ്സിലായത്. ആ ഒരു ഡിപ്രഷൻ മൂഡിലേക്ക് പോയിരുന്ന അദ്ദേഹത്തിന് തിരിച്ചു കൊണ്ടുവന്നത് സുഹൃത്തുക്കൾ എല്ലാവരും കൂടിയാണ്. അദ്ദേഹം വീണ്ടും അത്രയും അധികം വിഷാദത്തിൽ കണ്ടത് ഇപ്പോഴാണ് എന്ന് സുഹൃത്തുക്കൾ ഓർത്തു പറയുന്നു. മരിക്കുന്നതിനന്ന് രാത്രി പോലും ശരിക്കും പറഞ്ഞിരുന്നത് നമുക്ക് പുറത്തു പോകാമെന്നാണ്. ഒരു സുഹൃത്തിനെ പുറത്തു പോകാൻ വിളിക്കുകയും ചെയ്തിരുന്നു. ഉറ്റ ചങ്ങായിയാണ്, വർഷങ്ങളോളമുള്ള സൗഹൃദമാണ്. നീ ഇങ്ങനെ വിഷമിക്കേണ്ട, ഞാൻ എത്തിയേക്കാമെന്ന് സുഹൃത്ത് വാക്കും നൽകി. ജോലി തിരക്ക് കാരണവും അസഹനീയമായ തലവേദന കാരണവും സുഹൃത്ത് അന്ന് രാത്രി വരില്ല എന്നവനോട് പറഞ്ഞു. ഒരു കുഴപ്പവുമില്ലടാ, നമുക്ക് നാളെ പോകാമെന്നാണ് ദീപക്കും പറഞ്ഞത്. പക്ഷെ പിറ്റേ ദിവസം രാവിലെ കേട്ടത് ദീപക്കിൻ്റെ ആത്മഹത്യ വാർത്തയാണ്. ഡിവോഴ്സ് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ കുറച്ചു നാളത്തേക്ക് പുറത്തൊന്നും ഇറങ്ങാതെ വളരെയധികം വിഷമത്തിലായിരുന്നു ദീപക്. അത് ഓർത്തു പറയുകയാണ് സുഹൃത്തുക്കളും അമ്മയും അച്ഛനുമൊക്കെ. അവനെ താങ്ങാനാവുന്നതിലും വേദനയായിരുന്നു അപ്പുറം. അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. വർഷങ്ങളായി ഒരു കടയിലെ സെയിൽസ്മാനായിട്ട് അവൻ ജോലി ചെയ്യുകയാണ്. ആ കട ഉടമ പോലും പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഒരിക്കലും അങ്ങനെ ചെയ്യാനാകില്ല എന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ വളരെയധികം കൃത്യമായി ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട്. ഓരോരുത്തരും ഇത് പ്രതികരിക്കുന്നു. യഥാർത്ഥ സ്ത്രീ ഇങ്ങനെ ആക്രമിക്കപ്പെടുമ്പോൾ അവസാനം ആരും മൈൻഡ് ചെയ്യാതെ വരും. ബസ്സിലൊക്കെ ഇത്തരത്തിൽ ആക്രമണം നടക്കാറുണ്ട്. അതുകൊണ്ട് പലരും ആദ്യം ഈ വീഡിയോ കണ്ടപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നു. ആ കുട്ടിയുടെ വീഡിയോ കണ്ട് അത് എഡിറ്റഡ് വീഡിയോ ആണോ അല്ലേ എന്ന് പോലും ചിന്തിക്കാനുള്ളൊരു മാനസികാവസ്ഥ ആർക്കും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. പക്ഷെ ആത്മഹത്യ വാർത്ത കേട്ട ഉടനെ തന്നെ എല്ലാവരും ആ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. പ്രേക്ഷകർ വളരെയധികം തന്നെ ഏറ്റവും കൂടുതൽ വളരെയധികം ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരു വാർത്തയായി ഇത് മാറുന്നുണ്ട്. അതിനെല്ലാത്തിനും ഒരു കാരണം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായി മാറുന്ന ഈ ഒരു വാർത്തയാണ്. ഓരോ തവണയും പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നു. കോഴിക്കോട് ഗോവിന്ദപുരം ഇരുനില വീട്ടിൽ അച്ഛനും അമ്മയും ദീപക്കും മാത്രമായിരുന്നു താമസിച്ചിരുന്നത്. ഇരുവർക്കും മകൻ ദീപക്കായിരുന്നു എല്ലാം. 42 വയസ്സായെങ്കിലും ഒരു കുഞ്ഞിനെ പോലെ തന്നെയായിരുന്നു അമ്മയ്ക്കും അച്ഛനും ദീപക്. നേരത്തെ വിവാഹം കഴിച്ചിരുന്ന ദീപക് വിവാഹമോചനം നേടി വലിയ വിഷമത്തിലും മാനസിക ബുദ്ധിമുട്ടുകളിലുമെല്ലാമായിരുന്നു. അതിൽ നിന്നെല്ലാം പതുക്കെ തിരിച്ചു വന്ന ദീപക് ജോലിയും വീടുമായിട്ടായിരുന്നു കഴിഞ്ഞിരുന്നത്. അവധി ദിവസങ്ങളിൽ കഴിയുന്നതും അച്ഛനും അമ്മയ്ക്കും ഒപ്പമായിരുന്നു ചിലവഴിച്ചിരുന്നതും. കഴിഞ്ഞ 7 വർഷമായി ഒരു വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ സെയിൽസ് മാനേജറായി ജോലി ചെയ്തിരുന്ന ദീപക് ജോലിയുടെ ഭാഗമായി യാത്രകൾ ചെയ്തിരുന്നതും പതിവ് തന്നെയായിരുന്നു. അതുപോലെ നടത്തിയ ഒരു യാത്രയാണ് വിവാദ വീഡിയോയ്ക്ക് കാരണമായതെന്നും ഒരു മരണത്തിലേക്ക് എത്തിയതെന്നുമെല്ലാം പറയാം. ശനിയാഴ്ച രാത്രിയാണ് ദീപക് ജീവനൊടുക്കിയത്. സന്ധ്യ കഴിഞ്ഞപ്പോഴാണ് ബന്ധുവും കൂട്ടുകാരുമായ സനീഷിനെ വിളിച്ച് നാളെ രാവിലെ കാണാമെന്ന് പറഞ്ഞത്. ആ സമയത്ത് ജോലി തിരക്കിലായതിനാൽ വീട്ടിലെത്തിയ ശേഷം തിരിച്ചു വിളിക്കാമെന്നാണ് പറഞ്ഞത്. മരണവാർത്ത അറിഞ്ഞായിരുന്നു പിന്നീട് അവനെ കണ്ടതെന്ന് വിഷമത്തിൽ തന്നെ പറയുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.